ഇറാന്റെ മിസൈലുകളെ ആകാശത്ത് തന്നെ പ്രതിരോധിച്ചതായാണ് വിവരം. ജനവാസ മേഖലയിൽ മിസൈലുകൾ വീണതായി റിപ്പോർട്ടില്ല. ആക്രമണത്തിൽ ആർക്കും അപകടമില്ലെന്ന് ഖത്തർ അറിയിച്ചു. ഖത്തറിലെ അൽ ഉദൈദിലുള്ള US സൈനിക താവളത്തിൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ സൈന്യം സ്ഥിരീകരിച്ചു. അതേസമയം അൽ ഉദൈദ് വ്യോമതാവളം ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തെ ഫലപ്രദമായി തടയാനായെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകൾ പ്രതിരോധിച്ചെന്നും സായുധ സേന ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായും ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കോ ആളപായമോ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ അതിർത്തിയും വ്യോമപാതയും സുരക്ഷിതമാണെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ഏതു ഭീഷണി നേരിടാനും ഖത്തറിന്റെ സായുധ സേനകൾ സജ്ജമാണെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഖത്തറിനെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ കടുത്ത ഭാഷയിൽ UAE അപലപിച്ചു. ഖത്തറിന്റെ പരമാധികാരത്തിനും വ്യോമപാതയ്ക്കും നേരെയുള്ള കടന്നുകയറ്റമാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയതെന്ന് പ്രസ്താവനയിൽ UAE കുറ്റപ്പെടുത്തി. ജനങ്ങൾ ജാഗരൂകരാകണമെന്നും സംശയാസ്പദമായ ഏത് സാഹചര്യവും അധികൃതരെ അറിയിക്കണമെന്നും UAE മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാൻ 14 മിസൈലുകൾ വിക്ഷേപിച്ചുവെന്നും അതിൽ 13 വെടിവെച്ചിട്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വളരെ കുറച്ച് നാശനഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നേരത്തെ അറിയിപ്പ് നൽകിയതിന് ഇറാനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇത് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാനും ആർക്കും പരിക്കേൽക്കാതിരിക്കാനും സാധ്യമാക്കിയെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.